ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും മനോഹരമായൊരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവ തിരുനാമം നമ്മളിൽ കൂടെ മഹത്വപ്പെടുവാൻ തക്കോണം തൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന കർത്തൃ പ്രാർത്ഥനയിലെ വരികൾ നമ്മുടെ ജീവിതത്തിൽ സത്യമായിരിക്കുവാൻ കർത്താവേ, അവിടുത്തെ തിരുനാമം ഞങ്ങളിൽ കൂടെ വിശുദ്ധീകരിക്കപ്പെടണമേ. അശുദ്ധമായി പോയിരുന്ന അവിടുത്തെ നാമം ഞങ്ങളിൽ കൂടെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ അത് ഞങ്ങൾ മുഖാന്തരമാണ് അപ്രകാരമായത് ഞങ്ങൾ അറിയുന്നു. എന്നാൽ നിനക്കൊരിക്കലും അശുദ്ധി പറ്റുന്നില്ല എന്നും നീ പരിശുദ്ധനാണെന്നും തിരുവെന്നും ഞങ്ങൾക്കൂടെ ഞങ്ങൾ അറിയുന്നു. നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തയല്ല. ഈ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമം അശുദ്ധമെന്നല്ല, നമ്മുടെ ജീവിതങ്ങൾ മുഖാന്തരം അത് അശുദ്ധമായി പോകുന്നു. അശുദ്ധമെന്ന് അവർ ധരിക്കുന്നു. ഇതാണോ നിൻ്റെ ദൈവമെന്ന് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കണ്ടിട്ട് ചോദിക്കത്തക്ക ഒന്നമായി തീരും. നമ്മുടെ ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അവരുടെ ചിന്താഗതിയിൽ വ്യത്യാസം വരികയാണ്. അപ്പോൾ അവർ ദൈവത്തെ മനസ്സിലാക്കുകയാണ്. ദൈവം ആരാണ്? ഹു ഈസ് ഗോഡ്? വാട്ട് ഈസ് ഹിസ് നേച്ചർ? ദൈവം ആരാണ്? ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അവിടുത്തെ ഇഷ്ടം എന്താണ്? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് വരച്ച് കാണിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മളിൽ കൂടെ, ത്രൂ അസ്. ഈ ശരിയായത് എഴുതേണ്ട. ഇപ്പോൾ പത്രപ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറയും, ശരിയായത് എഴുതേണ്ടത്. തെറ്റായിട്ട് എഴുതിയാലോ, ഫേക്കായിട്ടുള്ളതൊക്കെ എഴുതിയാലോ അത് ആ യാഥാർത്ഥ്യത്തെ കാപഠ്യവൽക്കരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് സത്യമായിട്ടത് മനസ്സിലാകുകയാണ് ജനങ്ങൾക്ക്. അത് തന്നെയാണ് നാം ഈ സങ്കീർത്തന ധ്യാനത്തിലാണ്. സങ്കീർത്തന ധ്യാനത്തിൽ കൂടെ നമുക്ക് ആഴമേറിയ സത്യങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നു തരട്ടെ. അവിടുത്തെ ദിവ്യസ്നേഹം നമുക്ക്, പുത്രൻ്റെ സ്നേഹം, പിതാവാം ദൈവം തൻ്റെ പുത്രനേകിയ സ്നേഹം, പുത്രൻ തൻ്റെ ജീവനേകിയ സ്നേഹം, ആ സ്നേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തരട്ടെ. സമൃദ്ധമായി ആ സ്നേഹത്തിന് നിറവും കൃപയും നമ്മുടെ ജീവിതത്തെ മുഴുവനും ഭരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം 11 വരെയുള്ള വാക്യങ്ങൾ, 102-ാം സങ്കീർത്തനം 11 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചു. അത് തൻ്റെ തന്നെ കുറേ കാര്യങ്ങൾ ഈ സങ്കീർത്തകൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. അരിഷ്ടൻ്റെ മനസ്സ് തകർന്ന ഒരു പ്രാർത്ഥന. എൻ്റെ അരിഷ്ടതയെല്ലാം പങ്കുവെക്കുക, ഷെയർ ചെയ്യുക. നല്ല ഒരുവൻ്റെ അടുക്കലാണ് ഷെയർ ചെയ്യുന്നത്. ആരോടും അത് പറയാത്തവൻ, ആരോടും പറയേണ്ട ആവശ്യമില്ലാത്തവൻ, അല്ലെ, സമ്പന്നനായവൻ, എന്നെ അറിയുന്ന ദൈവം, എന്നെ കരുതുന്ന ദൈവം, എൻ്റെ ബലഹീനതകളും എൻ്റെ ആകുലങ്ങളും എൻ്റെ നൊമ്പരങ്ങളും എല്ലാം അറിയുന്ന ദൈവം, എന്നെ നന്നായി അറിയുന്ന ദൈവം. അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ മനുഷ്യർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ട. ദൈവത്തിന് അങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സർവ്വവും നമുക്ക് വേണ്ടി നിർവഹിക്കുവാനായിട്ട് കഴിയും. ഫിലിപ്പ് ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ പറയുകയാണ് 19-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. അവിടെ പറയാം, എൻ്റെ ദൈവമോ, പൗലോസ് അപ്പോസ്തലൻ പറയാം, എൻ്റെ ദൈവം, മൈ ഗോഡ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എൻ്റെ മഹത്വത്തിൻ്റെ ധനമോ എന്നല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മഹത്വത്തിലോ ധനത്തിലോ അല്ല, നമ്മുടെ ശക്തിയിലോ സ്വന്തം ശക്തിയിലോ സ്വന്തം ബലത്തിലോ സ്വന്തം ധനത്തിലോ ഒന്നുമല്ല. അതൊക്കെ ക്ഷണികമാണ്. എന്നിവിടെ പറയുക, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ, വിത്ത് ഗ്ലോറി, മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ ദൈവം മഹത്വത്തോടെ വെളിപ്പെടും ആദ്യം. അപ്പോൾ നമ്മൾ അറിയണം ദൈവത്തിൻ്റെ മഹത്വം എന്താണ്. തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവത്തിന് എന്താ അസാധ്യം? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു ബോധ്യം, എൻ്റെ ദൈവം ആരാണ്? ഹു ഈസ് മൈ ഗാഡ്? അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സർവവല്ലഭനാണ്, അവിടുത്തെ കരം വീര്യമുള്ള കരമാണ്, അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവിടത്തേക്കൊന്നും അസാധ്യമല്ല. ഈ ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയാണ്, അല്ലാതെ നമ്മുടെ ദുഃഖത്തിൻ്റെ പെരുപ്പത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധമല്ല. അത് നമ്മൾ ദൈവത്തോട് അടുപ്പിച്ചിട്ട് നമ്മൾ ദൈവത്തോട് ഷെയർ ചെയ്യുമ്പോൾ, ദൈവത്തോട് പറയുമ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന ദൈവം ആരാണ് നമ്മൾ തിരിച്ചറിയണം.
ചിന്തിച്ച് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക, ധ്യാനിക്കുക, പ്രകൃതിയിലേക്ക് നോക്കുക, ഓരോന്നിലേക്ക് നോക്കുക, തിരുവചനത്തിലേക്ക് നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. ഇതുവരെ നമ്മളെ പുലർത്തിയ ദൈവത്തിൻ്റെ ആ കരുതലിനെ ഓർക്കുക. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തെ ഓർക്കുക. അവിടുന്ന് മരുഭൂമിയിലെ അവരുടെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ ഓർക്കുക. ഈ അണ്ടഘടകങ്ങൾ മുഴുവനും, യൂണിവേഴ്സ്, മിൽക്കി വേ എല്ലാം സൃഷ്ടിച്ച ഒരു ദൈവം, ഇന്നും സകല സൃഷ്ടിയെയും പരിപാലിക്കുന്ന ദൈവം, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കുമെല്ലാം അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. ഒരു തിമിംഗലത്തിന് എത്രമാത്രം ഫുഡ് വേണം ഒരു ദിവസത്തേക്ക്, അത് അതിൻ്റെയൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്, കണക്കുകളൊക്കെ ഭയങ്കര കണക്കാണ്. എന്നാൽ അതിനെയും ദൈവം പുലർത്തുന്നില്ലേ? ഇല്ല, നമ്മൾ ചിന്തിക്കുക, അതിനെ പുലർത്തുന്നു. കാട്ടിലെ മൃഗങ്ങളെ, സമുദ്രത്തിലെ മത്സ്യങ്ങളെല്ലാം പോറ്റുന്ന ദൈവം എന്നൊരു പാട്ടുണ്ടല്ലോ. എല്ലാറ്റിനെയും പറവകൾ എല്ലാറ്റിനെയും പോറ്റുന്ന ഒരു ദൈവം, അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. എന്നാൽ ദോഷം വരുന്ന ഒന്നാണ്, മനുഷ്യൻ്റെ തിന്മയാണ് ദോഷം വരാനായിട്ട് കാരണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിലൂടെ പറയുന്നുണ്ട്, 4-ാമത്തെ വാക്യത്തിലാണ്, ദേശം ദുഃഖിക്കുന്നതും നിലത്തിലെ സസ്യമൊക്കെയും വാടുന്നതും എത്രത്തോളം, നിവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. യെരമ്യാവ് 12:4 ഒരു വാക്യമാണ്, നിവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. അപ്പോൾ അതിനുപോലും അത് ഈ മനുഷ്യൻ തെറ്റിലേക്ക് പോകുമ്പോൾ അത് മറ്റുള്ള സൃഷ്ടിക്കോ ദോഷകരമായിട്ടോ മാറുകയാണ്. ഇവിടെ നമ്മൾ ദൈവത്തെക്കുറിച്ചാണ്, എൻ്റെ ദൈവം ആരാണ് ഞാൻ അപേക്ഷിക്കുന്നത് തരാൻ, എൻ്റെ അപേക്ഷകൾ തൻ്റെ ഇഷ്ടപ്രകാരം. നമ്മൾ ചോദിക്കുന്നതെല്ലാം തരുന്നൊരു ദൈവമല്ല, അങ്ങനത്തെ ഒരു ദൈവത്തെ തേടി നടക്കുക പലരും. ചോദിക്കുന്നതെല്ലാം തരുന്നൊരു ദൈവം, ഒന്നും തെറ്റു പറയാത്ത ദൈവം, ശാസിക്കാത്ത ദൈവം, ശിക്ഷിക്കാത്ത ദൈവം, എൻ്റെ ചിന്തയിലുള്ള ഒരു ദൈവം. അതല്ല, ദൈവം ദൈവമായിരിക്കണം. ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. അത് ദൈവത്തെ ദൈവമായി നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ അങ്ങനെയല്ലേ പലതും ഉണ്ടാകുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഒരു ദേവനെ അവരുണ്ടാക്കുക കൈപ്പണി കൊണ്ട്. അവരുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും എല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു ദൈവത്തെ, ഒരു ഹാൻഡ് മെയ്ഡ് ഗോഡ്സ്, മനുഷ്യനിർമ്മിതമായ ദൈവങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നാൽ അതല്ല, ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട്, അതാണ് ദൈവത്തെ ദൈവമെന്ന് ഓർക്കാതെ. റോമക്കാരുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്, വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്യമുണ്ട്. തെറ്റിപ്പോകുന്ന ജനത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവരെക്കുറിച്ച് പറയുന്ന ഒരു ദോഷമെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, റോമക്കാരുടെ ലേഖനം 1-ാമത്തെ അധ്യായം 19 വാക്യങ്ങളോട് പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിക്കും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളിൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അദൃശ്യ ലക്ഷണങ്ങളുണ്ട് ദൈവത്തിൻ്റെ ഓരോന്നും, പ്രകൃതി എല്ലാം. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥന്മാരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നോട് പറയുകയാണ്. അപ്പം ദൈവത്തെ ദൈവം എന്ന് അറിഞ്ഞിട്ടും അവന് ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല, നന്ദി കാണിച്ചില്ല. അവരുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായത്. അവർ പലതും നിരൂപിക്കുക. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു മൂഢരായിപ്പോയി. ചിലരൊക്കെ പറയുന്ന കേട്ടോ, എന്തൊക്കെയാണ് പറയുന്നവർ, അത് ശരിയായില്ല, ഈ സൃഷ്ടി ഇതിങ്ങനെ ശരിയായില്ല, മനുഷ്യൻ അങ്ങനെ ഇത് ശരിയായില്ല, മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ ഇങ്ങനെയാണ് ശരി. ഒരു രോമത്തിന് പോലും അവകാശമില്ലാത്ത മനുഷ്യനാണ് തൻ്റെ സൃഷ്ടാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അജ്ഞതയിൽ നിന്നാണ് അപ്പോൾ അവർ ചിന്തിക്കും ജ്ഞാനികൾ. അത് അവരംഗീകരിക്കാൻ കുറേ പേര് ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. ദൈവം ഇങ്ങനെയാണോ, ദൈവം അങ്ങനെയാണെങ്കിൽ ദൈവം ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്, ദൈവം ഇങ്ങനെയല്ലേ വരേണ്ടത്, ഞാനായിരുന്നു ദൈവമെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, അതാണ് നിൻ്റെ ദൈവമാക്കാൻ, നീ ആയിരുന്നെങ്കിൽ പണ്ട് എപ്പോഴേ ഇത് ചെയ്തതിനെന്ന് ചിന്തിക്കുക. ഇങ്ങനെ ഓരോ മനുഷ്യനും എന്തൊക്കെയാണെന്ന് പറയാൻ പറയുന്നവർ. മൂഢത വെളിപ്പെടുക അവരുടെ. നമുക്കിതിലേക്ക് വരാം. നമ്മൾ കുറേ കാര്യങ്ങളിങ്ങനെ ഇതിനോടനുബന്ധിച്ച് പോയപ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എൻ്റെ ദൈവം ആരാണ്? സർവശക്തനായ ദൈവമാണ്. അബ്രഹാമിനെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, സർവ്വവ്യാപിയായ ദൈവമാണ്, സർവ്വജ്ഞാനിയായ ദൈവമാണ്. അവിടെ പറയുകയാണ് ബട്ട് എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് പറയുക 12-ാമത്തെ, നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിൻ്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം, അതെ അതിന് സമയം വന്നിരിക്കുന്നു. ദൈവകൃപ, സിയോൻ എന്നൊക്കെ നമ്മുടെ ചേർത്ത് പറഞ്ഞാൽ മതി.
തിരുവചനത്തിലെ പലതിനും നമ്മളോട് ചേർത്ത് പറയണം. നമ്മുടെ പേരും നമ്മൾ ചേർത്ത് അത് വായിക്കാനായിട്ടും സാധിക്കണം. അപ്പോൾ നമ്മുടേത് സ്വന്തമാകും. ഇവിടെ പറയാം, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണും. സിയോൻ, ദൈവത്തിൻ്റെ നഗരം നമ്മളാണ്. ദ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയും. അത് നമ്മളാണ്. എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കുവാനുള്ള ഇത് കൃപാകാലമാണ്. ഇത് കൃപാകാലം എന്ന് പറയും. കാലത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ടുണ്ട്. ഏതൊരുവന് ദൈവകൃപയിലേക്ക് അടുത്ത് വരാം. കൃപയെന്ന് പറയുന്നത് സൗജന്യമായതാണ്. അനർഹനായവന് കൊടുക്കുന്ന വിലയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ദ പ്രഷ്യസ് തിങ്. അത് കൊടുക്കുന്ന അർഹതയുള്ളവനല്ല, അനർഹനാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ഔദാര്യം, അത് നമുക്ക് ദൈവം സൗജന്യമായിട്ടാണ് തരുന്ന രക്ഷയൊക്കെ. പുത്രനെ ക്രൂശിൽ തകർത്ത് തന്ന പുത്രൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ രക്ഷ നമുക്ക് സൗജന്യമായി തരികയാണ്. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം പുത്രനെ പരസ്യമായി നിർത്തിയിരിക്കുക. ആ ക്രൂശിലേക്ക് നോക്കുന്നു. ഇന്നും എത്രയോ പേര് നോക്കി രക്ഷപ്പെടുന്നു. ആ പിച്ചള സർപ്പത്തെ നോക്കി ആ അഗ്നിസർപ്പങ്ങൾ കടിയേറ്റവർ അവരുടെ വിഷമെല്ലാം മാറിയവർ ജീവനിലേക്ക് മടങ്ങി വന്നതുപോലെ പാപത്തിൻ്റെ ദംശനമേറ്റ് ആത്മാവിൽ മരിച്ചിരുന്നതായ ജഡികനായ മനുഷ്യൻ ഈ വിശ്വാസത്തോടെ യേശുവിലേക്ക് നോക്കുമ്പോൾ അത് മോശം മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഉയർത്തപ്പെട്ടു യേശു. ആ ഉയർത്തപ്പെട്ട യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ വിഷാംശം എല്ലാം മാറുക, രോഗത്തിൻ്റെ കാഠിന്യങ്ങളെല്ലാം മാറുക, നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുക. ദൈവിക ചൈതന്യം, ദൈവിക ജീവനും സമർത്ഥമായ ജീവനുണ്ടാകുവാൻ അത്രയും ഞാൻ വന്നിരിക്കുന്ന അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരുക. ആത്മാവിൻ്റെ ജീവൻ, ആത്മാവിൻ്റെ പുതുക്കം, ആത്മാവിൻ്റെ കൃപകൾ എല്ലാം ദൈവം നമ്മളിലേക്ക് പകരുന്നു. നമ്മളെ അവിടുത്തെ സാക്ഷികളായി, ജീവനുള്ള സാക്ഷികളായി ദൈവം മാറ്റുന്നു. ഇവിടെ പറയാൻ, അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം അതിൻ്റെ സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യമുള്ള പൂഴിയോട് അലിവും തോന്നുന്നു. യഹോവ സിയോനെ പണിയുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും അതിൻ്റെ മഹത്വത്തെയും ഭയപ്പെടും. ഇവിടെ പറയാം, അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുന്ന ഒരു ദൈവം, അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുന്ന ഒരു ദൈവം. അത് പ്രാർത്ഥന കേൾക്കുക. അത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറയുന്നത് എന്തെങ്കിലും തെറ്റുവാക്ക് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവരും. തെറ്റുവാക്ക് വരുമ്പോൾ ചുണ്ടിനിട്ട് ഞൊടിക്കുന്ന ഇങ്ങനെ ഇത് ചെയ്യുന്നവരുണ്ട്. ശിക്ഷണമാണ് മാതാപിതാക്കൾ. നമ്മൾ തെറ്റുവാക്ക്, അപ്പോൾ തെറ്റുവാക്ക് പറഞ്ഞാൽ ദൈവം കേൾക്കുമെങ്കിൽ നല്ലത് പറഞ്ഞാൽ ദൈവം കേൾക്കത്തില്ലേ? അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലത് ദൈവത്തോട് സംഭാഷിക്കാനായിട്ട് സാധിക്കണം. തെറ്റ് പറയുന്നത് തെറ്റാണ്, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതല്ല, നല്ലത് സംസാരിക്കേണ്ട സമയം. നമ്മുടെ വായി നല്ലത് സംസാരിക്കുവാൻ, എൻ്റെ വായി തുറക്കുന്നത് നേരിനായിരിക്കും, എൻ്റെ നാവിൽ എപ്പോഴും ദൈവത്തിൻ്റെ സ്തുതി ഉണ്ടായിരിക്കും, അല്ലേ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ ഈ ഡയലോഗ്സ് എല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് നമ്മൾ സംഭാഷിക്കാനായിട്ട് സാധിക്കണം. ദൈവം പറയുന്നുണ്ട്, നീ മത്സ്യത്തോട് ചോദിക്കുക, അത് നിന്നെ ഉപദേശിക്കുന്നു. അപ്പോൾ ഒരു പ്രകൃതിയോട് ചോദിച്ചാൽ അത് നിന്നെ ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ ആ സർവശക്തൻ നമ്മൾ ഉപദേശിക്കാതിരിക്കുമോ? അതുകൊണ്ട് ദൈവത്തോട് നമ്മളെ തന്നെ വിധേയപ്പെടുത്തുകയും നമ്മളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുക. ദൈവം ആരാണ്? എൻ്റെ ദൈവം സർവശക്തനാണ്, എന്നെ നടത്തുവാൻ ദൈവം ശക്തനാണെന്ന്. ഇവിടെ പറയുക, ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരുടെ മഹത്വത്തെയും ഭയപ്പെടും. രാജാക്കന്മാരുടെ രാജാവാണവൻ. സമ്പൂർണ്ണമായ ദൈവങ്ങൾ നമുക്ക് സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, പുത്രനെ ക്രൂശിൽ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അപ്പാ, അവിടുത്തെ ഇഷ്ടം പോലെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. രൂപാന്തരത്തിൻ്റെ ശക്തി, ദിവ്യകൃപ, ദിവ്യ അനുഗ്രഹം, നിൻ്റെ മഹത്വമെന്ന് തിരിച്ചറിവാൻ ഞങ്ങളുടെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ കർത്താവേ. മഹത്വത്തോടെ തൻ്റെ ധനത്തിനോട്ട് ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് പറയുമ്പോൾ അപ്പോൾ നിൻ്റെ മഹത്വം വെളിപ്പെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ മഹത്വം വെളിപ്പെടണം. മറ്റുള്ളവർ നിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ കാണണം, നിൻ്റെ മഹിമ കാണണം, നിൻ്റെ പരിശുദ്ധി കാണണം. ഞങ്ങളിതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കൃപയ്ക്കായ സ്തുതി സർവ്വമഹത്വത്തേക്ക് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാൾതോറും താൻ ചെയ്തവയാം നന്മകൾക്കായി സ്തുതി പാടാം. ഇമ്മാനുവേലായവനാം പൊന്നേശുവിൻ